പൂക്കുല, തെങ്ങിൻ്റെ പൂക്കുലയിൽ നിന്ന് അതിൻ്റെ തേൻ കുടിക്കുന്ന കുരുവിയാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, നല്ല രസമില്ലേ? ചെറിയ കുരുവി, കണ്ണയ്ക്ക കുരുവി എന്നൊക്കെ പറയും. നല്ല ഭംഗിയാണ് കാണാൻ. തേക്കുലയുടെ തെങ്ങൻ കുലയിൽ വന്ന കുല, പൂങ്കുലയിൽ നിന്നുള്ള തേനെല്ലാം കുടിക്കുകയാണ്. ചെറിയ കണ്ണയ്ക്ക കുരുവി, നമ്മുടെയൊക്കെ കൈവിരലിൻ്റെ വലിപ്പം പോലെയുള്ള ചെറിയ കുരുവിയാണ്. തേൻ കുടിക്കുന്നതാണ്. തേൻ കണ്ണയ്ക്ക കുരുവിയോ കണ്ണയ്ക്ക കിളി എന്നൊക്കെ നമുക്ക് പറയാം ഇതിന്. ഇത് തെങ്ങിൻ കുലയുടെ കുലയിൽ നിന്ന് പൂൺ കുടിക്കുമ്പോൾ മരങ്ങളും കാടുകളും പൂവുകളും എല്ലാം നശിച്ചു പോയതുകൊണ്ട് കിളികളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പൂക്കളൊക്കെ ഉള്ള മരം ഉണ്ടെങ്കിൽ, നിറയെ പൂക്കളും മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കിളികളെയൊക്കെ നിറയെ കാണാം. ഇതൊക്കെ വംശനാശം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണയ്ക്ക കിളി രണ്ടെണ്ണം ഉണ്ട്, രണ്ടും തേൻ കുടിക്കുകയാണ്. അത് തെങ്ങിൻ പൂക്കളുടെ കുലയിൽ നിന്ന് തേൻ കുടിക്കുന്നതാണ്. അപ്പോൾ തെങ്ങിൻ്റെ പൂക്കലയിലും അതിലും തേനുണ്ട്. അപ്പോൾ എല്ലാ പൂവുകളിലും തേനുണ്ട്. ആ തേൻ വലിച്ചു കുടിക്കുന്നതാണ് കണ്ണയ്ക്ക പക്ഷികളൊക്കെ. ആദ്യം ഒരെണ്ണം ഉള്ളായിരുന്നു, ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട്. തേൻ പൂക്കലകളെ അതിൻ്റെ നീളമുള്ള ചുണ്ടുകൊണ്ട് തേൻ കുടിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണയ്ക്ക പക്ഷിയൊക്കെ നീളമുള്ള ചുണ്ട് കൊടുത്തേക്കണം എന്തിനാന്ന് വെച്ചാൽ പൂക്കളുടെ ഉള്ളിൽ നിന്ന് തേൻ വലിച്ചു കൊടുക്കാനാണ്. പ്രകൃതിയിൽ ഓരോ ജീവികൾക്കും ഓരോ രീതിയിലാണ് അതിൻ്റെ കഴിവ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ നീണ്ട ചുണ്ട് കൊണ്ടാണ് തേൻ കുടിക്കുന്നത്. നീണ്ട ചുണ്ട് കൊണ്ട് പൂവിനുള്ളിലേക്ക് വെച്ച് അത് തേൻ വലിച്ചു കുടിക്കുന്നു.